Class 6, Chapter 7, Awas Ka Jadoo. Before starting the video, if you want more videos, please write which class and chapter name, and also write first line of the chapter so it could be more helpful for me. Video തുടങ്ങാം. मेरा जन्म बरिसाल में हुआ था. ഞാൻ ജനിച്ചത് ബരിസാലിലായിരുന്നു. मैं 4 साल की उम्र में ही तबला बजाने लगा. 4 വയസ്സാവുമ്പോൾ മുതൽ തന്നെ ഞാൻ തബല വായിക്കാൻ തുടങ്ങിയിരുന്നു. माँ नियमित रूप से पूजा करती और भजन गाती थी. അമ്മ പതിവ് പോലെ തന്നെ പൂജയും ചെയ്യായിരുന്നു, അതിൻ്റെ ഒപ്പം ഭജൻ എന്ന പ്രയറും പാടിയിരുന്നു. तो मिट्टी से बना एक खास तरह का बाजा खोल मैं ही बजाता था. മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു ഖോൽ, അത് ഞാനായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. മേരി മാക്കി സംഗീത് മേ ബേഹദ് രുചി थी. എൻ്റെ അമ്മയ്ക്ക് പാട്ടിനോട് അങ്ങേയറ്റം താല്പര്യമുണ്ടായിരുന്നു. लाल मोहन गोस्वामी उन्हें संगीत सिखाने हमारे घर आया करते थे. ലാൽ മോഹൻ ഗോസ്വാമി എന്ന ഗുരുവാണ് അമ്മയെ സംഗീതം പഠിപ്പിക്കാനായിട്ട് വീട്ടിൽ വന്നുകൊണ്ടിരുന്നത്. ഉൻകെ ഭജൻ സുനത്തെ സുനത്തെ ഹി മേനെ സംഗീത് സീഖ് ലിയ. അവർ പാടണത് കേട്ടിട്ട് തന്നെ ഞാനും പാട്ട് പഠിച്ചിരുന്നു. ബച്പൻ മേ മേനെ ശൈതാനിയ ഭി ബഹുത് കി. ചെറുപ്പത്തിൽ ഞാൻ കുറേ കുറുമ്പും കാണിച്ചിട്ടുണ്ട്. ഖാസ്കർ അമാവസ് കി രാത് ഹമാരെ ലിയെ ശൈതാനിയോं की रात होती थी. അമാവാസിൻ്റെ രാത്രികൾ, അതായത് വാവിൻ്റെ രാത്രികൾ ഞങ്ങൾക്ക് കുറുമ്പിൻ്റെ രാത്രികളായിരുന്നു. हमारी टोली दिन में टोह लेती थी कि किसके बगीचे में फल ज़्यादा है. हमारी ടോലി എന്നാൽ ഗ്രൂപ്പ്, ഞങ്ങളുടെ ഗ്രൂപ്പ് ദിൻ മേ ടോഹ് ലേത്തി പറഞ്ഞ രഹസ്യ അന്വേഷണം, രാവിലെ ഒരു രഹസ്യ അന്വേഷണം നടത്തും. എന്തെന്ന് വെച്ചാൽ ആരുടെ ഗാർഡനിലാണ് കൂടുതൽ പഴങ്ങൾ ഉള്ളത്. ഫിർ രാത് മേ സബ് മിൽക്കർ വഹാ ദാവ ബോൾത്തെ ഥേ. എന്നിട്ട് രാത്രിയാവുമ്പോൾ അതെല്ലാം പറിച്ചിട്ട് എല്ലാവരും കൂടി ഒരു വിലയൊക്കെ ഇട്ടിട്ട് അങ്ങനെയായിരുന്നു കുറുമ്പൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. 11 साल की उम्र में ही मैं क्रांतिकारियों के संपर्क में आ गया था. 11 വയസ്സാവുമ്പോൾ തന്നെ ഞാൻ വിപ്ലവകാരികളായിട്ട് ബന്ധം പുലർത്തിയിരുന്നു. क्रांतिकारी दल में सक्रिय रहने के साथ साथ पढ़ाई में भी अव्वल रहता था. വിപ്ലവത്തിലും സജീവമായിരുന്നോടൊപ്പം, അതായത് അതിൽ ആക്റ്റീവായിരുന്നോടൊപ്പം തന്നെ ഞാൻ പഠിത്തത്തിലും നല്ല കുട്ടി തന്നെ ആയിരുന്നു. പഠിത്തവും എൻ്റെ ഒപ്പം തന്നെ പോയിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു. क्रांतिकारियों का साथ देने के कारण जब पुलिस बहुत तंग करने लगी तो एक दिन मैं घर से भाग निकला. വിപ്ലവകാരികളുടെ കൂട്ടത്തിൽ കൂടിയ കാരണം പോലീസ് ഇവരുടെ പിന്നിൽ തന്നെയായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഞാൻ വീട് വിട്ട് ഇറങ്ങി. പാസ് മേ തോടെ സെ പൈസേ थे. അടുത്ത് കുറച്ച് പൈസയൊക്കെ ഉണ്ടായിരുന്നു. भूख से लड़ना कठिन होने पर एक पैसे के मुरमुरे लेकर पानी भी पी लेता था. വിശപ്പ് സഹിക്കാനാവാണ്ട് ഞാൻ ഒരു പൈസയുടെ മുർമുറയും കുറച്ച് വെള്ളവും കുടിച്ചിട്ടാണ് എൻ്റെ വിശപ്പ് മാറ്റിക്കൊണ്ടിരുന്നത്. കൈ ദിൻ ഇസി തറ ഗുസാരെ. കുറേ ദിവസം ഇങ്ങനെ തന്നെ ചിലവഴിച്ചു. आखिर हालत यह हुई कि जब जेब एकदम खाली हो गई. ഇങ്ങനെ പൈസ ചിലവാക്കിയപ്പോഴേക്കും പൈസ മുഴുവൻ തീർന്നുപോയി. एक दिन कोलकाता में भटकते हुए एक ढाबे के सामने जा खड़ा हुआ. ഒരു ദിവസം കൽക്കത്തയിൽ തിരിഞ്ഞ് ഒരു ഢാബ എന്ന ഷോപ്പ്, അല്ലെങ്കിൽ ഷോപ്പല്ല, അത് ढाबा പറഞ്ഞാൽ തട്ടുകടയുടെ മുമ്പേ പോയി നിന്നു. क्यों भाई कुछ काम काज है. पूछने पर ढाबे के मालिक ने मुझे सिर से पांव तक देखा. കുട്ടി ചോദിച്ചു എന്തെങ്കിലും പണിയുണ്ടോ. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ എന്നെ അടിമുടി നോക്കി. कुछ हैरान होकर बताया काम काज तो है तुम करोगे. കുറച്ച് സർപ്രൈസ് ആയിട്ട് പറഞ്ഞു, ആ ജോലിയൊക്കെ ഉണ്ട്, നീ ചെയ്യുമോ. मैंने सिर हिलाया हाँ करूँगा. ഞാൻ ചെയ്യാമെന്ന് തല അനക്കി. मालिक तुरंत बोला लेकिन 2 वक्त के खाने के अलावा कुछ नहीं मिलेगा. പക്ഷേ 2 നേരം ഭക്ഷണം അല്ലാണ്ട് വേറെ ഒന്നും കിട്ടില്ല. और हाँ काम ख़त्म करके यहीं ढाबे के सामने सोना होगा. പണി ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഈ തട്ടുകടയുടെ മുമ്പിൽ തന്നെയാണ് ഉറങ്ങേണ്ടതും. ढाबे के सामने एक पोखर था. ഇതിൻ്റെ മുമ്പിൽ, ഈ തട്ടുകടയുടെ മുമ്പിൽ കുറച്ച് ചെളിയൊക്കെ ഉണ്ടായിരുന്നു. ഉസി കെ കിനാരെ കുറച്ച് വെള്ളവും ചെളിയും എല്ലാം കൂടിയായിരുന്നു.
ഉസി കെ കിനാരെ ബൈഠ്കർ മേ ബർത്തൻ മാഞ്ച്താ ഥാ. അതിൻ്റെ സൈഡിലിരുന്നിട്ട് തന്നെയാണ് ഞാൻ പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരുന്നത്. രാത് കെ വക്ത് ബർത്തൻ മാഞ്ച്തേ മാഞ്ച്തേ ബരിസാൽ കാ നദി തട്ട് യാദ് ആ ജാതാ ഥാ. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ജനിച്ച സ്ഥലത്തിൻ്റെ അവിടെ ആ പാടങ്ങളും ആ പുഴകളൊക്കെ ഓർമ്മ വന്നു. തബ് മേ അപ്നി കിസാൻ വാലി ആവാസ് മേ ഗാന ശുരു കർ ദേതാ ഥാ. അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ പാടിക്കൊണ്ടിരുന്ന പാട്ട് പാടാൻ തുടങ്ങും. एक दिन एक व्यक्ति ने मुझसे पूछा, रात के वक्त पोखर के किनारे बैठकर तुम ही गाते हो? ഒരു ദിവസം ഒരാൾ വന്ന് ചോദിച്ചു, രാത്രി നേരത്ത് നീ തന്നെയാണോ പാട്ട് പാടാറുള്ളത്? വേ ജാദൂഗർ മനോരഞ്ജൻ സർക്കാർ थे जो ढाबे के स्थायी ग्राहक थे. അയാൾ മജീഷ്യൻ മനോരഞ്ജൻ ആയിരുന്നു. അദ്ദേഹം ढाबे സ്ഥായി ഗ്രാഹക് പറഞ്ഞ റെഗുലർ കസ്റ്റമർ ആയിരുന്നു. ഈ തട്ടുകടയിലത്തെ റെഗുലർ കസ്റ്റമർ ആയിരുന്നു. उन्होंने बताया मेरे एक मित्र है सामने वाले कोठी में रहते हैं. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, മുംബൈയിലത്തെ പാലസ് ആ കൊട്ടാരത്തിലാണ് താമസം. വഹി പൂछ रहे थे कह रहे थे कि कोई लड़का वहाँ बहुत उदास स्वर में गाता रहता है. അദ്ദേഹം തന്നെയാണ് ചോദിച്ചത്. ആ സുഹൃത്ത് പറയായിരുന്നു, ഏതോ ഒരു കുട്ടി കുറേ സങ്കടത്തോടെയാണ് പാട്ട് പാടിക്കൊണ്ടിരുന്നത്. वे तुम्हारा गाना सुनने के लिए हर रोज़ बरामदे में कुर्सी डालकर बैठ जाते थे. അദ്ദേഹം നിൻ്റെ പാട്ട് കേൾക്കാനായിട്ട് എന്നും വരാന്തയിൽ കുർസി ഇട്ട് അങ്ങനെ ഇരിക്കും. एक दिन खाना खाने के बाद मनोरंजन बाबू ने पूछा. ഒരു ദിവസം ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോൾ മനോരഞ്ജൻ ചോദിച്ചു, एक महफिल होने वाली है अनिल, वहाँ चलेगा मेरे साथ. ഒരു പാർട്ടി നടക്കാൻ പോകുന്നുണ്ട്, അവിടെ നടക്കുമോ എൻ്റെ കൂടെ? मैंने कहा चलना तो चाहता हूँ मगर मेरे पास धोती कुर्ता नहीं है, चप्पल भी नहीं है. പോകാനൊക്കെ എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് ഇടാൻ നല്ല വസ്ത്രങ്ങളോ കാലിലിടാൻ ചെരുപ്പുകളോ ഒന്നുമില്ല. आखिर मैंने अपनी बनियान को साबुन से रगड़ कर धोया. लास्ट ഞാൻ എൻ്റെ ബനിയനെ നല്ലോണം കുത്തി തിരുമ്പി. अपने मित्र पन्ना से धोती कुर्ता मांगा और नंगे पाव चल पड़ा मनोरंजन सरकार के पास. സുഹൃത്ത് പന്നയുടെ അടുത്തുനിന്ന് ഒരു ധോത്തി കുർത്ത വാങ്ങി. എന്നിട്ട് ചെരുപ്പില്ലാണ്ട് ഞാൻ മനോരഞ്ജൻ സർക്കാരിൻ്റെ കൂടെ നടന്നു. महफिल थी राय बहादुर अघोरनाथ अधिकारी के घर पर. പാർട്ടി റായ് ബഹാദൂർ അഘോർനാഥ് എന്ന അധികാരിയുടെ വീട്ടിലായിരുന്നു. വേ ഉൻ ദിനോ ബംഗാൾ മേ സ്കൂളോ കെ മഹാനിരീക്ഷക് थे. അദ്ദേഹം ആ സമയത്ത് ബംഗാളുടെ സ്കൂളിൽ മഹാനിരീക്ഷക് പറഞ്ഞ ഇൻസ്പെക്ടർ ജനറൽ ആയിരുന്നു. വഹാം പहुंचते ही मेरे मुंह से निकला, बाप रे बाप, लगता है किसी राजा महाराजा का महल है. അവിടെ പോയിട്ട് വല്ലാണ്ട് സർപ്രൈസായിട്ട് പറഞ്ഞു, അയ്യോ ഏതോ രാജാ മഹാരാജാവിൻ്റെ കൊട്ടാരം തന്നെയാണ്. अंदर का दृश्य एकदम अद्भुत था. ഉള്ളിലത്തെ ദൃശ്യം വളരെ സർപ്രൈസിംഗ് ഉള്ളതായിരുന്നു. വിമൽ ചട്ടർജി നാം കെ ഏക് സജ്ജൻ ഗാന ഗാ രഹേ थे. വിമൽ ചട്ടർജി പേരുള്ള ഒരു ജെന്റിൽമാൻ അവിടെ പാട്ട് പാടായിരുന്നു. उनका गाना समाप्त होते ही मनोरंजन सरकार ने अधिकारी जी को बताया. അദ്ദേഹത്തിൻ്റെ പാട്ട് കഴിഞ്ഞപ്പോഴേക്കും മനോരഞ്ജൻ സർക്കാർ അധികാരിയുടെ അടുത്ത് പോയി പറഞ്ഞു, സാഹബ് ഇസ് ലड़के का नाम अनिल विश्वास है. സർ, ഈ കുട്ടിയുടെ പേര് അനിൽ വിശ്വാസ് ആണ്. ये लड़का बहुत अच्छा गाता है. ഈ കുട്ടി ഭയങ്കര നന്നായിട്ട് പാടും. മുझे अपना ആത്മവിശ്വാസ് ഡഗ്മഗാത്ത ദിഖായി ദിയ. എനിക്ക് എൻ്റെ സെൽഫ് കോൺഫിഡൻസ് ആടുന്നത് പോലെ തോന്നി. അതായത് എല്ലാ സെൽഫ് കോൺഫിഡൻസ് പോണ പോലെ തോന്നി. मगर चारों तरफ से हो जाए की फरमाइश के बाद गाना गाने के सिवाय कोई और चारा नहीं बचा. നാല് പുറത്തുനിന്നും, അതായത് എല്ലാവരും കൂടി പാടിക്കോ എന്നൊക്കെ ഫർമായിഷ് എന്ന് പറഞ്ഞാൽ അഭ്യർത്ഥന നടത്തിയപ്പോൾ പാട്ട് പാടാ അല്ലാണ്ട് വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. ജിത്നെ ദേവി ദേവതാओं का स्मरण कर सकता था सबको मन ही मन मैंने प्रणाम किया. എത്ര ദൈവങ്ങളെ വിചാരിക്കാൻ പറ്റണോ അത്ര പേരെ ഞാൻ നമസ്കരിച്ചിട്ട് പാട്ട് പാടാൻ എല്ലാവരെയും നമസ്കരിച്ചിട്ട് മാ കാളി കാ ഗുൻഗാൻ കർത്ത ഏക് ഭജൻ ഗാന ശുരു കർ ദിയ. മാ കാളി എന്ന് വെച്ചാൽ കാളിമാതയുടെ ഒരു പ്രെയർ അങ്ങോട്ട് പാടി. ഫിർ एक और ഭജൻ ഗായ. എന്നിട്ട് അത് കഴിഞ്ഞ് വേറൊരു പ്രെയറും കൂടി പാടി. ഇസ്ക അനോഖ അസർ ഹുവ. ഇതിൻ്റെ ഒരു യുണീക്ക് എഫക്റ്റ് അല്ലെങ്കിൽ അതുല്യമായ ഒരു പ്രഭാവം തന്നെയാണ് എല്ലാവരിലും സൃഷ്ടിച്ചത്.
भजन पूरा होते ही जतीन्द्र मोहन महाशय ने मुझे गले लगा दिया. ഭജൻ മുഴുവൻ പാടിക്കഴിഞ്ഞപ്പോഴേക്കും ജതീന്ദ്ര മോഹൻ എന്ന് പറഞ്ഞ ആള് എന്നെ കെട്ടിപ്പിടിച്ചു. കുച്ച് ദേർ ബാദ് ഖാന പരോസാ ഗയ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭക്ഷണങ്ങൾ റെഡിയായി. बड़ी सी थाली में 36 प्रकार के व्यंजन. വലിയൊരു പ്ലേറ്റിൽ 36 വിധം ഉള്ള ഭക്ഷണമായിരുന്നു. मेरी समझ में नहीं आ रहा था कि क्या खाऊं और क्या नहीं. എനിക്കറിയില്ലായിരുന്നു എന്താ കഴിക്കേണ്ടത് അതോ എന്താ കഴിക്കേണ്ടിരുന്നത്. मैं चलने लगा तो अघोर बाबू ने अलग बुलाकर पूछा कहाँ रहते हो. ഞാൻ നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും അഘോർ ബാബു എന്നെ സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചു ചോദിച്ചു എവിടെയാണ് താമസം. ഞാൻ പറഞ്ഞു मैंने कहा जिस ढाबे में काम करता हूँ वहीं उसके बाहर सो जाता हूँ. ഏത് തട്ടുകടയിലാണോ പണി ചെയ്യുന്നത് അവിടെ തന്നെ വെളിയിൽ ഉറങ്ങും. സമജ് ലീജിയെ ഫുട്പാത്ത് പർ. എന്താ ഫുട്പാത്തിൽ കിടക്കുന്നത് പോലെ തന്നെ മനസ്സിലാക്കിക്കോളൂ. നാ നീച്ചെ ചാദർ ന സിർ പർ ഛത്ത്. താഴെ വിരിക്കാനും ഒന്നുമില്ല, മുകളിൽ ഷെൽട്ടറും ഒന്നുമില്ല. ദേഖ് രഹേ ഹേ നാ മേരെ पैरों में चप्पल भी नहीं है. കണ്ടില്ലേ എൻ്റെ കാലിൽ ചെരുപ്പും കൂടിയില്ല. उन्होंने प्यार से कहा तुम्हारे गायन से मैं प्रभावित हुआ हूँ. അദ്ദേഹം സ്നേഹത്തോടെ പറഞ്ഞു നീ പാട്ട് പാടിയതിൽ എന്നെ നല്ലോണം സ്വാധീനിച്ചിട്ടുണ്ട്. तुम ऐसा करो हमारे घर आ जाओ. നീ ഒരു കാര്യം ചെയ്യ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നോ. ऊपर बरसाती में तुम्हारे रहने की व्यवस्था कर दूंगा. മുകളിൽ നിനക്ക് താമസിക്കാനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും നടത്തിക്കോളാം. मेरे दिमाग में कितने ही विचार बिजली की तरह कोंद गए. ഇത് കേട്ടതും എൻ്റെ ദിമാഗ് അതായത് തലച്ചോറിൽ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ഓടിപ്പോയി. കുറേ വിചാരങ്ങൾ അല്ലെങ്കിൽ കുറേ എന്തൊക്കെയാണ് സംഭവിക്കണേന്നൊന്നും ഒന്നും മനസ്സിലാവാത്ത പോലെ ഒരു ഫീലിംഗ്. मैंने तपाक से पूछा. ഞാൻ ഉടൻ തന്നെ ചോദിച്ചു मुझे काम क्या करना पड़ेगा. എനിക്ക് എന്താണ് പണി ചെയ്യേണ്ടത്. പക്ഷേ तुम्हारे स्वाभिमान को मैं ठेस नहीं पहुंचाऊंगा. നിൻ്റെ സെൽഫ് റെസ്പെക്റ്റിനെ മാറ്റിയിട്ട് ഒരു പണി ഞാൻ നിനക്ക് തരില്ല. यहाँ रहने और खाने के बदले तुम्हें 2 काम करने होंगे. ഇവിടെ താമസിക്കാനും ഭക്ഷണം കഴിക്കണതിൻ്റെ ഒപ്പം തന്നെ നിനക്ക് 2 പണി ചെയ്യേണ്ടി വരും. मैं उनकी तरफ देखता रहा. ഞാൻ അവരെ നോക്കിക്കൊണ്ടിരുന്നു. അഘോർ ബാബുനെ ആകെ ബതായ. അദ്ദേഹം പറഞ്ഞു മേരാ ബേട്ട ഢാക്കാമേ പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഹെ. എൻ്റെ മോൻ ഢാക്കയിൽ പോസ്റ്റ് മാസ്റ്റർ ജനറൽ ആണ്. ഉസ്കെ ബच्चे മേരെ പാസ് രഹത്തെ ഹെ. ഏക് പോത്ത और एक പോത്തി. അവൻ്റെ 2 കുട്ടികൾ അതായത് ഒരു ഗ്രാൻഡ് ഡോട്ടറും ഗ്രാൻഡ് സണ്ണും എൻ്റെ കൂടെയാണ് താമസം. ദോനോ ഛോട്ടെ ഹെ. രണ്ടാളും ചെറുതാണ്. തുമ്ഹാരാ കാം ഹോഗാ സവേരെ കുച്ച് സമയക്കെ ലിയെ ഉन्हें അക്ഷർ ജ്ഞാൻ കരാന. നിൻ്റെ ആദ്യത്തെ പണി എന്ന് വെച്ചാൽ രാവിലെ നേരം കുറച്ച് അവരെ പഠിപ്പിക്കൽ എന്നാണ്. और दूसरा काम. അപ്പോൾ രണ്ടാമത്തെ പണിയോ. मैंने पूछा तो उन्होंने कहा हाँ शाम को मुझे 2-1 ഭക്തി ഗീത് സുനാ ദിയാ കർണ. വൈകുന്നേരങ്ങളിൽ എനിക്ക് 1-2 ഈ പ്രയർ സോങ് പാടിത്തന്നാൽ മതി. फिर प्यार से मेरे सर पर हाथ रखते हुए മനോരഞ്ജൻ ബാബു സെ ബോലെ. എന്നിട്ട് സ്നേഹത്തോടെ എന്നെ തലോടിയിട്ട് മനോരഞ്ജൻ്റെ അടുത്ത് പറഞ്ഞു, മജീഷ്യൻ്റെ അടുത്ത് പറഞ്ഞു ഉസ് ढाबे के मालिक को बता देना कि कल से ये लड़का ढाबे में काम नहीं करेगा. ആ തട്ടുകടയിലത്തെ ഉടമസ്ഥൻ്റെ അടുത്ത് പറഞ്ഞോളൂ നാളെ മുതൽ ഇവൻ പണിക്ക് വരില്ല എന്ന്.